ഈ കഥകളിലൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ള കമണ്ടലു എന്ന വൃക്ഷത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ ഇന്നൊരു പറമ്പിൽ പോയപ്പോൾ എൻ്റെ കർഷകൻ പറഞ്ഞു പുള്ളിക്കാരൻ അവിടെ ഒരു കമണ്ടലുവിൻ്റെ വൃക്ഷം വെച്ചിട്ടുണ്ട്, അതും ഹൈബ്രിഡാണെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കളയാമെന്ന് ചെന്നപ്പോൾ നല്ല കാട് പിടിച്ച ഒരു പ്രദേശമാണ്. അതിൻ്റെ ഒരു ചുറ്റുവട്ടം മുഴുവൻ കാടാണ്. പക്ഷേ കമണ്ടലു എന്ന് പറയുന്ന ആ വൃക്ഷം കണ്ടോ, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഒരു ഉണ്ടച്ചക്ക നിൽക്കുന്ന പോലെയാണ് ഒരു കാ നിൽക്കുന്നത്. ഈ കമണ്ടലുവിൻ്റെ കഥ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്തെ സന്യാസിമാർ ഭസ്മം സൂക്ഷിക്കാനും വെള്ളം കൊണ്ടുപോകാനുമായിട്ടാണ് ഈ കമണ്ടലു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു ചെറിയ ചക്കയുടെ രൂപത്തിലാണിതുള്ളത്. ഒരു 15 കിലോ 16 കിലോ ഒക്കെ ഒരു ചെടിയിൽ നിന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിന് മാർക്കറ്റ് നല്ല വിലയുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പം അതെന്ന് വെച്ചാൽ റെയറാണല്ലോ, ഇതിപ്പോൾ അത്ര ഈസി ആയിട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടുന്നൊന്നുമല്ല. ഫലഭൂയിഷ്ഠമായ മണ്ണ്, അതുപോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ള പ്രദേശങ്ങൾ, ആ ഭാഗത്തൊക്കെയാണ് ഇത് ഉണ്ടാകുന്നതെന്നാണ് പൊതുവെ പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു ഹൈബ്രിഡ് വിത്ത് കിട്ടി. അത് കൊണ്ടുവന്ന് അദ്ദേഹം കുഴിച്ചു വെച്ചു. അതിൽ നിന്ന് ഒരു 3-4 കായ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഈ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂവാണ്. നമ്മളിപ്പോൾ കാണുന്നത് കോളാമ്പി പോലെയാണ് ഈ കമണ്ടലുവിൻ്റെ പൂവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു വൃക്ഷമാണ്, ചെറിയ വൃക്ഷം നിറച്ചുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് ആരുടെ കണ്ണിലേക്കും എത്തപ്പെടാത്ത രീതിയിൽ ഇലകൾ കൊണ്ട് മൂടിയാണിതുള്ളത്. ചില പ്രദേശത്ത്, ഞാനൊരു സിറ്റി പ്രദേശത്തൊക്കെ കണ്ടിട്ടുള്ളത് ഇലകൾ കുറഞ്ഞിട്ട് കാകൾ കൂടുതലുണ്ടായിട്ടും. ഇനി ഇത് മുറിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. നമ്മൾ കട്ടർ ഉണ്ടല്ലോ, കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് അതിനകത്തെ വൈറ്റ് ഒരു മാംസഭാഗമുണ്ട്. ആ മാംസഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷം ഈ തോടാണ് ഉപയോഗിക്കുന്നത്. എത്ര കാലം വേണമെങ്കിലും ഈ തോട് നിൽക്കുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് കട്ടിയുണ്ട് ഇതിന്. ഔഷധ സസ്യമാണ്. അതേപോലെ തന്നെ പണ്ടത്തെ കാലത്ത് വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ 2 വശത്തും ഇങ്ങനെ തുളയിട്ട് കയറ് കെട്ടിയാണ് സന്യാസിമാർ വെള്ളം കൊണ്ട് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ടുള്ളതെന്നാണ് കഥകളിലൊക്കെ കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ കഥകളിൽ കണ്ട കമണ്ടലുവിനെ കണ്ടതും ഒരു സന്തോഷം ഉണ്ടായി.